ഹലോ ഫ്രണ്ട്സ്, എയ്സ് പൊട്ടേൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ് ഇന്ന് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെയും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കയറാം. എയ്സ് പൊട്ടേ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് റെസ്പിറേഷൻ പ്ലാൻസ് ആണ്. അതിൽ 3 എപ്പിസോഡ് കഴിഞ്ഞു. ഇത് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതിൽ എൻസിഇആർടി ബുക്കിൻ്റെ അവസാന ഭാഗങ്ങളാണ് മെയിനായിട്ട് വരിക. ഏതൊക്കെയാണ് ടോപ്പിക്ക്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ഇതിൽ കണ്ടക്ട് ചെയ്യും. നമുക്കിതിലേക്ക് കയറാം. അത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ വന്നിട്ടുണ്ടാവും. നമുക്കിതിലേക്ക് കയറാം. ഇതിൽ 4 ടോപ്പിക്സ് നിങ്ങൾ കണ്ടു. അതിൽ 1, 2, 3 കഴിഞ്ഞു. ഇത് 4ാമത്തെയാണ്. അതിൽ വരുന്നത് ടെർമിനൽ ഓക്സിഡേഷൻ. അതിൽ തന്നെ 2 ഭാഗങ്ങൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും, എനർജി കാൽക്കുലേഷൻ, ആംഫിബോളിസം. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. ഇതെല്ലാം നമുക്ക് അതിൽ കയറാം. കാരണം ഇതാണ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുക, ആൻസർ നോക്കാണ്ട് ചെയ്യുക. നമുക്ക് അടുത്തതിലേക്ക് കയറാം. റെസ്പിറേഷൻ്റെ ഒരു ഓവറോൾ ചാർട്ടാണ്. എനൈറോബിക്കും എയറോബിക്കും. എനൈറോബിക്കിൻ്റെ ഫെർമെൻറ്റേഷൻ 2 ടൈപ്പ്, എയറോബിക്കിൻ്റെ ലിങ്ക് റിയാക്ഷൻ, ക്രബ്സ് സൈക്കിൾ, ടെർമിനൽ ഓക്സിഡേഷൻ. അതിൻ്റെ 2 ഭാഗങ്ങൾ, ETCയും OP അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ലാസ്റ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമുക്കിതിലേക്ക് കയറാം. ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ സിസ്റ്റമാണ്. അവിടെ നിന്ന് തുടങ്ങാം. പല കുട്ടികൾക്കും ഇത് എന്താണെന്ന് അറിയില്ല. ഈ ETC അല്ലെങ്കിൽ ETS. ഇത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ് ഈ ETSലുള്ള. അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, കോഎൻസൈംസ് ഉണ്ട്, കോംപ്ലക്സ് കെമിക്കൽസ് ഉണ്ട്, പലതും ഉണ്ട്. ഇതിൽ കൂടിയാണ് ഇലക്ട്രോൺ പാസ് ചെയ്ത് പോകും. അപ്പോൾ സ്റ്റാർട്ടിങ് നിന്ന് തുടങ്ങി എൻഡിൽ വന്ന് അവസാനിക്കും. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി കുറേ കാരിയേഴ്സ്. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇവർ എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക? ഇവർ വർക്ക് ചെയ്യണത് ബേസ്ഡ് ഓൺ റിഡോക്സ് പൊട്ടൻഷ്യൽ. റിഡോക്സ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ അറിയാം, റിഡക്ഷനും ഓക്സിഡേഷനും കൂടിയത്. ഇവിടെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇലക്ട്രോണിനെ കൊടുക്കുക. അപ്പോൾ റെഡ്യൂസ് ചെയ്യുക, ഓക്സിഡൈസ് ചെയ്യുക. അങ്ങനെയാണ് റിഡോക്സ് ആയിട്ട് മാറുന്നത്. ഈ ഐഡിയ ക്ലിയർ ആയി വിചാരിക്കുന്നു. വാട്ട് ഈസ് ETC അല്ലെങ്കിൽ ETS? കാരണം നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം, എന്താണ് ഈ സാധനം എന്നുള്ളത്. പല കുട്ടികൾക്ക് ഇത് അറിയില്ല. അപ്പോൾ ഈ ബേസിക് കാര്യം മനസ്സിലായി തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് ഇവിടെയല്ല, ഇവിടെ. ഇനി ETC, അതിലെ ഓരോ മെമ്പേഴ്സിനും വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ കാരിയേഴ്സ്. ഈച്ച് മെമ്പർ ആണ് ഇലക്ട്രോൺ കാരിയേഴ്സ്. അതിൻ്റെ ഒരു അസംബ്ലിയാണ് ETC അല്ലെങ്കിൽ ETS. ഇനി എവിടെ നിന്ന് എവിടേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക? അത് 3-4 തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രോ പോസിറ്റീവ് ടു ഹൈ ഇലക്ട്രോ നെഗറ്റീവ്. ഇലക്ട്രോണിനെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന കെമിക്കൽസിൽ നിന്നും അതിനെ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ്, 2 തരത്തിലും. അതാണ് ഹൈ ഇലക്ട്രോ പോസിറ്റീവ് ടു ഹൈ ഇലക്ട്രോ നെഗറ്റീവ്. ETCയിൽ ഇവിടെ വരുന്നത് NADH2-ൽ നിന്നും ഓക്സിജനിലേക്ക് എത്തിപ്പെടും. പക്ഷെ ഓക്സിജൻ എൻഡിലാണ് വരുന്നത്. ലാസ്റ്റ് പാർട്ടായിട്ടാണ് ഓക്സിജൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഈ റെസ്പിറേഷനിൽ, പ്രത്യേകിച്ച് NCERT-യിൽ ഒരു ടേം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ഈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? അതായത് ഇവിടെ റെസ്പിറേഷനിൽ ത്രൂ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് എനർജി ഈസ് ലിങ്ക്ഡ്. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് NCERT ബുക്കിൽ, ബോട്ടണി അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ, ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 160
ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ്, റീപ്രിന്റ് എഡിഷൻ മാർച്ച് 2024. ഇതിൽ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ ഇൻവോൾവ്മെന്റ് ഈസ് അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓൺലി. മാത്രമല്ല ഇവിടെ ETCയിൽ ഫൈനൽ ആക്സെപ്റ്റർ ഈസ് ഓക്സിജൻ, O2. ഇത് പ്രോട്ടോണുമായിട്ട് കപ്പിൾ ചെയ്യും, എന്നിട്ട് വാട്ടർ ഫോം ചെയ്യും, മെറ്റാബോളിക് വാട്ടർ. അത് ETCയുടെ ലാസ്റ്റ് സ്റ്റേജുകളിലാണ് നടക്കുക. ഇനി ETC ബ്ലോക്ക് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്, അതെല്ലാത്തിലും ഉണ്ടാവും ബ്ലോക്കിംഗ് കെമിക്കൽസ്. ഏത് മെറ്റാബോളിക് റിയാക്ഷനിലും ഉണ്ടാവും. അത് നമുക്ക് NCERT അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അറിഞ്ഞിരിക്കണം നല്ലതാണ്. 2-3 കുറേ കെമിക്കൽസ് ഉണ്ട്. അതിൽ ചില പ്രോമിനന്റ് കെമിക്കൽസ് ആണ് വിച്ച് ഇൻഹിബിറ്റ് ETC. പല സ്റ്റേജുകളായിട്ടാണ് ഇൻഹിബിറ്റ് ചെയ്യുക. അത് ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. എന്നിരുന്നാൽ പേരൊന്ന് ഫെമിലറൈസ് ചെയ്യുക. റോട്ടോണോൺസ്, അമൈറ്റൽ, സൈനൈഡ്, ഇതൊക്കെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ETC പല സ്ഥലങ്ങളാണ് അവർ ആക്ട് ചെയ്യുക. എവിടെയാണ് ETC നടക്കുക? നമ്മൾ ഓരോ മെറ്റബോളിക് പാത്വേയും പഠിച്ചപ്പോൾ അതിൻ്റെ സൈറ്റ് പറഞ്ഞു. ഇത് സ്പെസിഫിക് ആയിട്ട് നടക്കുക ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനാണ്. ശരിക്കും അതൊരു ക്ലൂ ആണ്. ഇൻഡയറക്ട്ലി ഇറ്റ് ഷോസ് ഒറിജിനൽ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. അത് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പോട്ടെ, അടുത്തേക്ക് വരാം. ടോട്ടൽ നമ്പർ ഓഫ് കോംപ്ലക്സസ് ഇൻ ETC സാധാരണ 5 കോംപ്ലക്സുകളാണ് പറയുക. അതിൽ 5ാമത്തെ കോംപ്ലക്സ് ഒരു ഓഡ് 1 എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്താം. കാരണം അതിൻ്റെ ഫംഗ്ഷൻ ATP സിന്തസിസ് ആണ്. കോംപ്ലക്സ് 1 to 4 മെയിനായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രൊസീഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത പേജിലേക്ക് കയറും. ഇനി ഏതൊക്കെയാണ് ഈ കോംപ്ലക്സുകൾ? സാധാരണ ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടിയാണിത്. എൻട്രൻസ് ക്വസ്റ്റ്യൻ മാത്സ് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. പേര് തരും കെമിക്കൽസിൻ്റെ, എന്നിട്ട് കോംപ്ലക്സ് 1, 2, 3, 4 മാച്ച് ചെയ്യാൻ പറയും. 5 പിന്നെ എളുപ്പമാണ്. ആദ്യത്തെ കോംപ്ലക്സിൻ്റെ പേര് ആ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. NADH യുബിക്വിനോൺ റിഡക്ടേസ് കോംപ്ലക്സ്, അല്ലെങ്കിൽ വേറെ പേരുണ്ട് അതിൻ്റെ റിയാക്ഷൻ NADH ഡീഹൈഡ്രോജിനേസ് കോംപ്ലക്സ്. രണ്ടാമത്തെ FADS2. നമ്മൾ പറഞ്ഞില്ലേ ഫ്യൂമറേറ്റ് സക്സിനേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ വരുന്ന FADS2. FADS2 സക്സിനേറ്റ് യുബിക്വിനോൺ റിഡക്ടേസ് കോംപ്ലക്സ്. ഇതിന് ചിലപ്പോൾ കെമിക്കൽസ് ചെറിയ വേരിയേഷനിൽ പറയും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ കെമിക്കൽസ്. ഇനി മൂന്നാമത്തെ യുബിക്വിനോൺ അല്ലെങ്കിൽ UQS2. മീൻസ് റെഡ്യൂസ്ഡ് സൈറ്റോക്രോം C റിഡക്ടേസ് കോംപ്ലക്സ്. ഇനി സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. അതിലാണ് സൈറ്റോക്രോം A3 വിത്ത് 2 കോപ്പർ സെന്റേഴ്സ് വരുന്നത്. ഇതിന് വേറൊരു പേരുണ്ട് ടെർമിനൽ ഓക്സിഡേസ്. 5ാമത്തെയാണ് ഓഡ് കോംപ്ലക്സ് പോലെ വരുന്നത്. ദാറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ATP സിന്തസിസ്. ഈ 5 കോംപ്ലക്സുകൾ ഒന്ന് പേര് പതുക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. NCERT പേരുകളില്ല നേരിട്ട്, എന്നിരുന്നാലും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഇനി എനർജി പ്രൊഡക്ഷനും അതുപോലെ തന്നെ F0F1 പാർട്ടിക്കിൾ നമ്മൾ മൈറ്റോകോൺഡ്രിയയിൽ പഠിച്ചത് ക്രിസ്റ്റലിൽ കാണുന്നത്, അതിൻ്റെ ഒരു ഡയഗ്രാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഈ F0F1 ഏത് എന്നൊക്കെയുള്ളത് ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഫോർ നെയിം സേക്ക് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. ഈ ഡയഗ്രാം നിങ്ങൾ NCERT കണ്ടിട്ടുണ്ടോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഡയഗ്രാണ്. ഇത് കാണുമ്പോൾ ഇത് കുട്ടികൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല, കാരണം ഡീറ്റെയിൽസ് വായിച്ച് നോക്കില്ല. അതിൽ ക്ലൂ ഒക്കെ NCERT തന്നിട്ടുണ്ട് ബേസിക് ആയിട്ട്. അതിൽ പോണേക്കാൾ മുമ്പ് അതിൻ്റെ വലതുവശത്ത് ഞാനൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം. പല പരീക്ഷകൾക്കും തിയറി ആയാലും എൻട്രൻസിനായാലും മാറി മാറി ചോദിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സൈറ്റോക്രോം ഉണ്ട്. നമ്മൾ കോംപ്ലക്സ് 1, 2, 3, 4 ഒക്കെ പറയുമ്പോഴേ അതിലൊരു കോംപ്ലക്സിൽ വരുന്നതാണ് സൈറ്റോക്രോം C. ഈസ് എ സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ, സൈസ്, എന്താണ് ഇവരുടെ ഫങ്ഷൻ? സൈറ്റോക്രോം C ആക്ട് ആസ് എ മൊബൈൽ കാരിയർ. ആരുടെ ഇടയിൽ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ കോംപ്ലക്സ് 3 and 4. അപ്പോൾ ഇതൊരു പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോക്രോം Cയുടെ സൈസ്, എവിടെയാണ് കാണുക, എന്താണത് ചെയ്യുക, ഏതിൻ്റെയൊക്കെ ഇടയിൽ. അപ്പോൾ അത് ഒന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ. ഇത് NCERT പേജ് നമ്പർ 160. എൻ്റെ എഡിഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ്, 2024 റീപ്രിന്റ് 2024 കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ NCERT ആണ്. ഇനി ഇതിൻ്റെ ഇടതുവശത്താണ് ഫേമസ് ആയിട്ടുള്ള NCERT ഡയഗ്രാം.
ഇതിന് മുമ്പുള്ള NCERT-യിൽ വേറൊരു ഡയഗ്രം ആയിരുന്നു. അതിൻ്റെ സീക്വൻസിൽ തന്നെ അവർ വേറെ ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ആവില്ല. ഇങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ്: FMN FESQ, BFESQ, C1 CAA3. അതിൽ പല കെമിക്കൽസ് ഇതിലുണ്ട്, പക്ഷെ അങ്ങനെ ഒരു അപ്രോച്ച് അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് പുതിയ NCERT ഡയഗ്രാമാണ്, പഴയതിൻ്റെ ആവശ്യം നമുക്കിനി ഇല്ല. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആക്ട് ചെയ്യുക, ETC നമുക്കറിയാവുന്നതാണ്. ഇതിനെ ഇവിടെ 3 ഭാഗങ്ങൾ വഴി പറഞ്ഞിട്ടുണ്ട്. അത് പല കുട്ടികളും ശ്രദ്ധിക്കില്ല, കാരണം ഡയഗ്രാം ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യില്ല. നമ്മളെപ്പോഴും ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡയഗ്രാം അനലൈസ് ചെയ്യുമ്പോൾ ടേം ഉണ്ട്, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ വന്നു, അപ്പോൾ അത് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണം. അത് പെരിഫറൽ അല്ല. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇവിടെ 3 ഭാഗങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡർ മെംബ്രെയിൻ സ്പേസ്, മൈറ്റോകോൺട്രിയാണ് സാധനം. അടുത്തത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, അതാണ് ആ ബ്ലൂ റോഡ് പോലെ കാണുന്നത്, സിലിണ്ടർ പോലെ താഴ്ത്തിക്കുള്ളത്, വീതിയുള്ളത്. പിന്നെ മാട്രിക്സ് ആണ് ക്രബ് സൈക്കിൾ നടക്കുക, റെഡ്യൂസിങ് പവർ കൂടുതൽ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ആസ്പെക്ട് ഈ ഡയഗ്രത്തിന് ഉണ്ട്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി ഇത് നമുക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവും. അപ്പോൾ 3 ഏരിയ, അപ്പോൾ ആ 3 ഏരിയയാണ് ഞാൻ അവിടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടുള്ളത്: മാട്രിക്സ്, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ, ഇൻഡർ മെംബ്രെയിൻ സ്പേസ്. അപ്പോൾ മാട്രിക്സ് ഇൻഡർ മെംബ്രെയിൻ സ്പേസിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്, ഇലക്ട്രോൺസ് താഴത്തേക്ക് വരും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് കോംപ്ലക്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4, കോംപ്ലക്സ് 5, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുക, ഒരു മുകളിലേക്കും താഴത്തെ അല്ലെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ. പക്ഷേ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് 1 കഴിഞ്ഞാൽ പിന്നെ കോംപ്ലക്സ് 3 ആണ്, പിന്നെ കോംപ്ലക്സ് 2, പിന്നെ കോംപ്ലക്സ് 4, പിന്നെ ലാസ്റ്റ്ലി കോംപ്ലക്സ് 5. ഇപ്പോൾ പലരും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് അവർ വിചാരിക്കുക കോംപ്ലക്സ് 3 തെറ്റി കൊടുത്തിട്ടുള്ളതാണ്. അല്ല, അത് സയൻറ്റിഫിക്കലി കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇത് എന്തുകൊണ്ട്? കുറേ റീസൺസ് ഉണ്ട്. 1-2 ജനറലായിട്ട് പറഞ്ഞു തരാം. കോംപ്ലക്സ് 1 ക്യാൻ പമ്പ് പ്രോട്ടോൺസ് പമ്പ് ചെയ്യാൻ പറ്റും. നമുക്കതിൽ കാണാം FMN അല്ലെങ്കിൽ ആ പ്രോട്ടോൺ കുറച്ച് ഷിഫ്റ്റ് ചെയ്തിടുന്നുണ്ട് ഇൻഡർ മെംബ്രെയിൻ സ്പേസിലേക്ക്. ഇനി കോംപ്ലക്സ് 2, അതിനെ പമ്പിങ് ഓഫ് പ്രോട്ടോൺ നോട്ട് ഈസി ഓർ പോസിബിൾ. അത് ഇലക്ട്രോണുമായിട്ടാണ് അത് കൂടുതൽ ആക്ഷൻ. കോംപ്ലക്സ് 2. ഇനി കോംപ്ലക്സ് 3, അത് അഗെയിൻ ഇറ്റ് ഈസ് ലൈക്ക് കോംപ്ലക്സ് 1. അപ്പോൾ കോംപ്ലക്സ് 2-ന് കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ട്. അത് എനർജറ്റിക്കലി വീക്കാണ്, പ്രോട്ടോണുമായിട്ട് ഒരു ലിങ്ക് ഇല്ല, ഇലക്ട്രോൺ സപ്ലൈ ആണ് കൂടുതൽ വരിക. ഇങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. എഫിഷ്യൻസി കുറവാണ്, 2 പറഞ്ഞത് മാത്രം. അപ്പോൾ അറേഞ്ച്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് കറക്റ്റ് ആണ്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 2, ഇങ്ങനെയാണത് പോകുന്നത്. ഇനി ഈ കോംപ്ലക്സ് 3-ക്ക് ഒരു മെച്ചം കൂടി ഉണ്ട്. കോംപ്ലക്സ് 1 എന്നുള്ളതും കോംപ്ലക്സ് 2 എന്നുള്ളത് അവർക്ക് റിസീവ് ചെയ്യാം, എന്നിട്ടാണ് കോംപ്ലക്സ് അടുത്തതിലേക്ക് പാസ് ചെയ്യണത് ഇലക്ട്രോൺസ്. കോംപ്ലക്സ് 3 എന്നാണ് അത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കോംപ്ലക്സ് 1 കഴിഞ്ഞിട്ട് 3-യും അത് കഴിഞ്ഞിട്ട് 2. അപ്പോൾ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് 3. അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റാണ് കേട്ടോ. പിന്നെ പലർക്കും അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അത് എന്താണ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് ഞാൻ പഠിപ്പിക്കാൻ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. വീണ്ടും 4 കോംപ്ലക്സുകൾ കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. 4 കോംപ്ലക്സുകൾ, അതിൻ്റെ പേരുകൾ NADH യൂബിക്വിനോൺ റിഡക്റ്റേസ് ഓർ NADH ഡീഹൈഡ്രജനേസ് കോംപ്ലക്സ്, FADH2 സക്സിനേറ്റ് യൂബിക്വിനോൺ റിഡക്റ്റേസ് കോംപ്ലക്സ്, യൂബിക്വിനോൺ റെഡ്യൂസ്ഡ് ഫോം സൈറ്റോക്രോം C റിഡക്റ്റേസ് കോംപ്ലക്സ്, സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. ഇലക്ട്രോൺ റിസീവ് ചെയ്യണം മുമ്പത്തെ കെമിക്കലിൽ നിന്ന്, അങ്ങനെയാണ് ഓക്സിഡേസിൻ്റെ അർത്ഥം വരുന്നത്. മുമ്പത്തെ കെമിക്കൽസിന് ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്ന അവിടെ നിന്നും, അപ്പോൾ അതിനെ ഓക്സിഡൈസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് റെഡ്യൂസ്ഡ് ആയി 4-മത്തെ. ഇനി 5-മത്തെ കണക്റ്റഡ് വിത്ത് ATP. ഇനി എവിടെയാണ് ETC നടക്കുക? ETC ടേക്സ് പ്ലേസ് ഇൻ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒന്നും കൂടെ ബാക്കിലേക്ക് ഒന്ന് പോയിട്ട് മുമ്പിലേക്ക് വരാം. നമ്മൾ ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, എൻ്റയർ റെസ്പിരേഷൻ, അത് കഴിഞ്ഞാൽ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്തു, എത്ര കോംപ്ലക്സുകൾ, ഓഡ് വൺ ഏത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കോംപ്ലക്സുകളുടെ പേര്, F0 F1 പാർട്ടികൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അത് ലാബിലും ക്വസ്റ്റ്യൻ കൂടിയാണ്, മൈറ്റോകോൺട്രിയയിലും ഇവിടെ കേട്ടോ. ഇനി കോംപ്ലക്സുകൾ എന്തുകൊണ്ട് 1 കഴിഞ്ഞ് 3 വന്നു പിന്നെ 2 അങ്ങനെ, അല്ലെങ്കിൽ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് 3. പല റീസൺസ് ഇൻക്ലൂഡിങ് റിസീവിങ് ഇലക്ട്രോൺ ഫ്രം ബോത്ത് 1 ആസ് വെൽ ആസ് 2. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കയറാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 5 കോംപ്ലക്സുകളാണ്. ആദ്യം മൈറ്റോകോൺട്രിയയിൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നു. NADH അത് പ്രോട്ടോണിനെ സപ്ലൈ ചെയ്യും. ഇലക്ട്രോണുണ്ട്. ഇലക്ട്രോൺസിന് യൂബിക്വിനോണിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. അത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് ഇന്ന മെംബ്രെയിനെയാണ് കാണുക, കോംപ്ലക്സ് 1 വഴി. ഇനി അത് കോംപ്ലക്സ് 2 FADH2, കോംപ്ലക്സ് 2ൻ്റെ പൊസിഷൻ നോക്കുക, 3ാമത്തെ പൊസിഷനാണ് കേട്ടോ. ഞാൻ ഓർഡറിൽ പറഞ്ഞത് മാത്രം 1, 2, 3 എന്നുള്ളത്. 3ാമത്തെ പൊസിഷനാണ് കോംപ്ലക്സ് 2. അത് FADH2മായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു. ക്രെബ്സ് സൈക്കിളിലെ സക്സിനേറ്റ് ടു ഫിമറേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അത് കണക്ട് ചെയ്ത് വരുന്നത്. എനർജി കുറവാണ്, പ്രോട്ടോണിനെ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ അത് കോംപ്ലക്സ് 2 കമ്മിങ് അണ്ടർ FADH2. അത് പ്രോട്ടോണിനെ യൂബിക്വിനോണിലേക്ക് സപ്ലൈ ചെയ്യും. ഇനി അടുത്തത് കോംപ്ലക്സ് 3. കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ് ഈ കോംപ്ലക്സ് 3. ഈ സൈറ്റോക്രോം C അതിൻ്റെ ഫീച്ചർ നേരത്തെ പറഞ്ഞത് ഓർക്കുണ്ടാവും, സ്മോൾ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റോക്രോം C അവർ എന്ത് ചെയ്യണു, ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രോൺ ടു കോംപ്ലക്സ് 4, 3യിൽ നിന്നും 4ലേക്ക്. അപ്പോൾ കോംപ്ലക്സ് 4ൻ്റെ വേറെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്. 3നെ ഓക്സിഡൈസ് ചെയ്യുന്ന അർത്ഥത്തിലാണ് ഓക്സിഡേസ് കോംപ്ലക്സ്. അതിൽ തന്നെ സൈറ്റോക്രോം A3 ഉണ്ട് വിത്ത് 2 കോപ്പർ സെൻറ്റേഴ്സ്. അപ്പോൾ അത് കോംപ്ലക്സ് 4 ആയി. അപ്പോൾ കോംപ്ലക്സ് 1, 2, 3, 4 ഡയഗ്രത്തിൽ ഓരോ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോൺ ഷിഫ്റ്റിങ്ങും ഇലക്ട്രോൺ ഷിഫ്റ്റിങ്ങും എങ്ങനെയാണ് 2ൽ 2 ബൈപ്പാസ് ചെയ്യണത്, അതിൻ്റെ ഇടയിൽ 3 വന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് പോകും. ഈ കോംപ്ലക്സ് 4 അതിൽ നിന്ന് റിലീസ് ചെയ്യണ ഇലക്ട്രോൺ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോട്ടോൺ മാട്രിക്സിലെ ഓക്സിജൻ, ഇതൊക്കെ കൂടെ കപ്പിൾ ചെയ്ത് വാട്ടർ കോംപ്ലക്സ് 4മായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. ആ വാട്ടറിൻ്റെ പേരാണ് മെറ്റാബോളിക് വാട്ടർ. അത് മാട്രിക്സിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് കോംപ്ലക്സ് 1, 2, 3, 4. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് കോംപ്ലക്സ് 5 ആണ്. കോംപ്ലക്സ് 5 അത് ATP ലിങ്ക്ഡ് ആണ്, കോംപ്ലക്സ് 5. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അവിടുത്തെ ടേമാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. വാസ്തവത്തിൽ ഇതാണ് ടെർമിനൽ ഓക്സിഡേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. കോംപ്ലക്സ് 5 ആണ്. അതിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ATP സിന്തസിസ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി പ്രോട്ടോൺസ് മുഴുവൻ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ വന്ന് ലൊക്കേറ്റ് ചെയ്തു. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാതെ ഈ ഏരിയയിൽ പിന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്റർമെംബ്രെയിൻ സ്പേസ്. ഇവിടെ അത്ര ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അവിടെ വന്നിട്ടാണ് പ്രോട്ടോൺ. ഇവിടെ 4H 4H 2H 10H ആയി കഴിഞ്ഞു. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഒരു അക്യുമുലേഷനാണ് അവിടെ നടക്കുന്നത് റിയാലിറ്റിയിൽ. അതുതന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു എയിമും, പ്രോട്ടോൺ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ ഇങ്ങനെ പ്രോട്ടോൺ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കാണും. സെയിം ചാർജാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ ശ്രമിക്കുകയാണ്.
ഇപ്പം ഇവർക്ക് ഈ ഇൻഡോമെംബ്രെയിൻ സ്പേസിൽ വന്ന പോലെ തിരിച്ചു പോകാൻ അത്ര എളുപ്പമല്ല. തിരിച്ചു പോകണമെങ്കിൽ ഒരു സ്പെസിഫിക് ചാനൽ വഴിയേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഫേമസ് ആയിട്ടുള്ള ഈ F0 F1 പാർട്ടികൾ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം. F0 ആണ് ടണൽ അല്ലെങ്കിൽ ചാനലായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോട്ടോൺ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ PMF. നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ EMF പറയില്ല, അതുപോലെ ഇവിടെ PMF. ഈ F0 വഴിയാണ് പ്രോട്ടോൺസ് തിരിച്ച് മാട്രിക്സിലേക്ക് പോകുക. അതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റും അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു എൻസൈം ആക്ടിവിറ്റി അവിടെ നടക്കുകയാണ്. കൺഫർമേഷനിൽ ചേഞ്ച് നടക്കുകയാണ്. ADP couples with inorganic phosphate to form ATP. ഈ ATP എവിടെ ഫോം ചെയ്യുക? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റബോളിക് വാട്ടർ പോലെ ATP ഫോം ചെയ്യുക മാട്രിക്സിലാണ്. അത് NCERT ഡയഗ്രത്തിലുള്ളതാണ്. ATP will be formed in matrix. അതുകൊണ്ടാണ് ഈ തിയറിക്ക് ഒരു പേര് വന്നു, ഫേമസ് കെമിയോ ഓസ്മോട്ടിക് തിയറി. കെമിക്കൽസിന്റെ ഓസ്മോസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ കെമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോട്ടോൺ അക്യുമുലേഷൻ ആണ്, H+ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൈക്കോളൈസ് ആയിട്ടുള്ള റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുന്നത്. എന്തൊക്കെ നേച്ചറിന്റെ പ്ലാനിങ്. ഇനി പീറ്റർ മിഷലിന് നോബൽ പ്രൈസ് കിട്ടി 78. കെമിസ്ട്രിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വരുന്നത്, കെമിയോ ഓസ്മോട്ടിക് തിയറി. ഇതാണ് കോംപ്ലക്സ് 5ന്റെ ഫംഗ്ഷൻ പേര്. ഇനി ഇതിൽ F0 അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? F0 ഈസ് എൻ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. That is seen in membrane. ഇനി F1 is in matrix. F1 is connected with the ATP production. F0 is giving pathway, proton tunnel അല്ലെങ്കിൽ proton channel for the passage of protons. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു. കോംപ്ലക്സ് 1, 2, 3, 4, 5. കോംപ്ലക്സ് 1, അത് കഴിഞ്ഞ 3, പിന്നെ 2, പിന്നെ 4. ഓരോ കോംപ്ലക്സുകളുടെയും പേരുകൾ. എന്തുകൊണ്ടാണ് 1 കഴിഞ്ഞ് 3 വന്നു, 2 എന്തുകൊണ്ട് വന്നില്ല? ഇവ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എനർജി കാൽക്കുലേഷനാണ്. അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഗ്ലൈക്കോളൈസിൽ എത്ര ATP, ലിങ്ക് റിയാക്ഷനിൽ എത്ര ATP, സിട്രിക് ആസിഡ് സൈക്കിളിൽ എത്ര ATP, മാക്സിമം ATP പ്രൊഡ്യൂസ് ചെയ്യുക. സിട്രിക് ആസിഡ് സൈക്കിളാണ്, കാരണം അവിടെയാണ് മാക്സിമം റെഡ്യൂസിങ് പവർ ക്രിയേറ്റ് ചെയ്യുക. ഇത് എഴുതി പഠിക്കുക. സാധാരണ 36 അല്ലെങ്കിൽ 38 ATP ആണ് പറയുക. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഷട്ടിൽസ്. ഷട്ടിൽമേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരിക. നമ്മൾ ഗ്ലൈക്കോളൈസ് ഒക്കെ പഠിച്ചോണം, എഴുതി പഠിക്കുക. ആദ്യം അത് നമ്മൾ കണക്കൂട്ടുമ്പോൾ 36, 32 വരില്ല, ചിലപ്പോൾ 32, 31 വരിക, ചിലപ്പോൾ 42 എത്തും. അതിനർത്ഥം തെറ്റുണ്ട്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഒരു 8-10 പ്രാവശ്യം അത് എഴുതി ചെയ്യുമ്പോഴേ ശരിയാവുള്ളൂ. അങ്ങനെയാണ് അത് പഠിക്കുക. തെറ്റുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തെറ്റിന്നാണ് നമ്മൾ ശരി പഠിക്കുക. അപ്പോൾ ഈ കാൽക്കുലേഷൻ എങ്ങനെ 36 or 38 എത്തിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. 38 വരാൻ കാരണം വിച്ച് ഷട്ടിൽ ഈസ് ഓപ്പറേറ്റിംഗ്. മാലേറ്റ് ആസ്പർട്ടേറ്റ് ആണെങ്കിൽ 38ഉം ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ആണെങ്കിൽ 36ഉം ആണ് സാധാരണ പറയും. അതിൻ്റെ അടിയിൽ NCERT ഓറിയന്റഡ് ആയിട്ട് 2 സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. NADH2നെ 3 ATP ആണ് ഈൽഡ് ചെയ്യാൻ പറ്റുക. FADH2നെ 2 ATP ആണ് ഈൽഡ് ചെയ്യാൻ പറ്റുക. അതിനാണ് 36 അല്ലെങ്കിൽ 38 വരുന്നത് ഷട്ടിൽ അനുസരിച്ച്. ഇത് NCERT പേജ് നമ്പർ 160 മാർച്ച് 24 എഡിഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ATP പ്രൊഡ്യൂസ് ചെയ്യാനും 4 പ്രോട്ടോൺസ് F0 വഴി പാസ് ചെയ്തു. അത് ഇലക്ട്രോ കെമിക്കൽ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോട്ടോൺസ് ഷിഫ്റ്റ് ചെയ്ത് പോകും, മാട്രിക്സിലേക്ക് തിരിച്ചു പോകും. 4 പ്രോട്ടോൺസ് ആണ് ഒരു ATP കേട്ടോ. ഒരു NADH2ന് 3 ATP പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു FADH2ന് 2 ATP പ്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ NCERT സ്റ്റേറ്റ്മെന്റുകളാണ്. 4 പ്രോട്ടോൺ. ആ ഡാറ്റ കൊടുത്തിട്ടുള്ളത് പേജ് നമ്പർ 161 ഓഫ് NCERT 24 മാർച്ച് എഡിഷൻ. ഇനി അടുത്തതിലേക്ക് പോവാം. ആംഫിബോളിക് പാത്വേ. ആംഫിബോളിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബോത്ത് കെറ്റാബോളിസം ആൻഡ് അനാബോളിസം രണ്ടും കൂടിയത്. നോർമലി നമ്മൾ റെസ്പിറേഷൻ പറയുമ്പോൾ അത് ഒരു കെറ്റാബോളിക് പ്രൊസീജിയർ ആയിട്ടാണ് പറയുക, ബ്രേക്ക് ഡൗൺ ആണ്. പക്ഷെ ഇവിടെ പലതും ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും വേറെ പുതിയ കെമിക്കൽസ് ഫോം ചെയ്യുകയാണ്.
അത് മറ്റൊരു സൈക്കിളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇത് കറ്റാബോളിക് ആണെങ്കിലും ആ കെമിക്കൽസ് വേറൊരു അനാബോളിക് സിന്തസിസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ സൈക്കിളിലേക്ക് കയറി പോവാണ്. അതിനാണ് ഇപ്പോൾ ആ ടൈം വന്നത് ആംഫിബോളിക്, ബേസിക്കലി കറ്റാബോളിക്, ബട്ട് ഇറ്റ് ക്യാൻ ബി ആംഫിബോളിക് പാത്വേ. അപ്പോൾ ക്വസ്റ്റ്യൻ വരും, വൈ റെസ്പിറേഷൻ ഈസ് അതർവൈസ് കോൾഡ് ആൻ ആംഫിബോളിക് പ്രൊസീജിയർ. അങ്ങനെയാണ് ഈ പേര് വന്നിട്ടുള്ളത്, ആംഫിബോളിക്. ആംഫി മീൻസ് ടു, ആംഫിബിയൻസ്. ഇനി അടുത്തത് ഫേമസ് ആയിട്ടുള്ള ഒരു NCERT ഡയഗ്രാം ആണ്. ഇതും വളരെ പ്രിഡോമിനൻ്റ് ആണ് എൻട്രൻസിനും തിയറിക്കും. അതായത് റെസ്പിറേഷൻ, അതിലെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് പാത്വേസ് കാണിച്ചേക്കാണ്. അത് കാർബോഹൈഡ്രേറ്റ് ആവാം, ആണ് ഏറ്റവും കോമൺ. പിന്നെ ഫാറ്റ് വരാം, റെയർലി പ്രോട്ടീൻസ്. അപ്പോൾ ഈ 3 കെമിക്കൽസ് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളൊരു ഐറ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ തിയറിക്ക് വരും ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, കാരണം NCERT ആയതുകൊണ്ട്. എൻട്രൻസ് മോഡിൽ ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫാറ്റ്സ് വിൽ ബി ബ്രേക്ക് ഡൗൺ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇപ്പോൾ ചോദിക്കുക, ഗ്ലിസറോൾ മീറ്റ്സ് വിത്ത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റ് അമിനോ ആസിഡ് ഇൻ വിച്ച് കെമിക്കൽ ഇൻ ദിസ് പാത്വേസ്? അപ്പം നമുക്കറിയാം ഗ്ലിസറോളിൽ നിന്നും DHAP, G3P ആണ് അതിൽ ഈ ഗ്ലിസറോളിൽ നിന്ന് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അതിലേക്കാണ് ഇത് എത്തിപ്പെടുക. പിന്നെ ഗ്ലൈക്കോളൈസ് കണ്ടിന്യൂ ചെയ്യും, പൈറുവിക് ആസിഡായി. പക്ഷേ അമിനോ ആസിഡുകൾ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത അമിനോ ആസിഡായി അത് എത്തിപ്പെടുക പൈറുവിക് ആസിഡിലാണ്. അപ്പോൾ ഗ്ലിസറോളും പ്രോട്ടീനും, അല്ലെങ്കിൽ ഫാറ്റും പ്രോട്ടീനും ഗ്ലിസറോൾ വിൽ ബി മീറ്റിംഗ് അറ്റ് പൈറുവിക് ആസിഡ്. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഫാറ്റിൻ്റെ മറ്റൊരു കണ്ടന്റാണ് ഫാറ്റി ആസിഡ് ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ. ഈ ഫാറ്റി ആസിഡും അമിനോ ആസിഡും കണ്ടുമുട്ടുന്ന കോമ്പൗണ്ട് ഏത്? അത് അസറ്റൈൽ കോയിൻസമേ എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം പൈറുവിക് ആസിഡിൽ ഫാറ്റി ആസിഡ് വരുന്നില്ല. ഫാറ്റി ആസിഡ് ചെല്ലുന്നത് അസറ്റൈൽ കോയിൻസൈമയിലേക്കാണ്. അമിനോ ആസിഡ് വരുന്നത് പൈറുവിക് ആസിഡ്, പിന്നെ അടുത്ത സ്റ്റെപ്പാണ് അസറ്റൈൽ കോയിൻസൈമേ. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ ചെയ്ത്. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത് കുറച്ച് തിയറി ക്വസ്റ്റ്യനും കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യനുമാണ്. എൻട്രൻസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ കീ നോക്കരുത്. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം കീ നോക്കുക. ഇപ്പോൾ ആൻസറിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഇന്ന് റെസ്പിറേഷൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചെയ്യാനുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്, അതാണ് കുറച്ച് ടൈം കയറിപ്പോയത്. നമ്മളിന്ന് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ലാസ്റ്റ് പാർട്ടിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, പിന്നെ മൊത്തം റെസ്പിറേഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. അത് കഴിഞ്ഞാൽ ETC തൊട്ട് തുടങ്ങി. എന്താണ് ETC, എന്താണ് അതിൻ്റെ പർപ്പസ്, ഇവ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പേര് വരാൻ കാരണം, ETC ഇൻഹിബിറ്റേഴ്സ് എവിടെയാണ് നടക്കുക, എത്ര കോംപ്ലക്സുകൾ, അതിൽ ഓഡ് കോംപ്ലക്സ് ഏതാണ്. അതിനുശേഷം നമ്മളൊരു ഡയഗ്രാം കണ്ടു. അത് NCERT ബേസ്ഡ് ആണ്. ലാബലിംഗ് തിയറി എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. F0 എവിടെ, F1 എവിടെ, ATP അവിടെ ഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് ചോദിക്കുക. പിന്നെ ETCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERTയുടെ ഒരു ഡയഗ്രാം, അതിൽ 3 ഏരിയാസ് പറഞ്ഞു. അതുപോലെ തന്നെ സൈറ്റോക്രോം സിയുടെ എക്സെപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തിയറി എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 160 NCERT. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനുമായി ബന്ധപ്പെട്ട 3 ഏരിയ. ETC ശരിക്കും നടക്കുക ഇന്ന മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. കഴിഞ്ഞ അടുത്തേക്ക് വരുമ്പോൾ ഓരോ കോംപ്ലക്സുകളും, കോംപ്ലക്സ് 1, പിന്നെ കോംപ്ലക്സ് 3, 2, 4, 5. എന്തുകൊണ്ട് കോംപ്ലക്സ് 1 കഴിഞ്ഞിട്ട് കോംപ്ലക്സ് 3ലേക്ക് പോയി? കോംപ്ലക്സ് 3 1ൽ നിന്നും 2ൽ നിന്നും കണ്ടന്റ് റിസീവ് ചെയ്യണു. അതുപോലെ തന്നെ കോംപ്ലക്സ് 3 എന്നുള്ളത് ഇലക്ട്രോൺ, അല്ലെങ്കിൽ അത് കോംപ്ലക്സ് 4ലേക്ക് പോകണു. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ATPയിലേക്ക് കയറി. ATP സിന്തസിസ്, ഫേമസ് ആയിട്ടുള്ള കെമിയോസ്മോട്ടിക് തിയറി, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പേര് വരാൻ കാരണം, F0 F1 എവിടെ കാണുന്നു, പിന്നെ ടോട്ടൽ ATP കാൽക്കുലേഷൻ 36, 38 ATP എങ്ങനെ വന്നു, ഒരു NAD എത്ര ATP, ഒരു FAD എത്ര ATP, എത്ര പ്രോട്ടോണെ ഷിഫ്റ്റ് ചെയ്യും, ഇവ കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് മൊത്തം ഒരു ആംഫിബോളിക് പാത്വേ, ഡിഫറെൻറ്റ് സബ്സ്ട്രേറ്റുകളുടെ റിയാക്ഷനും എവിടെ അവർ കൂട്ടിമുട്ടുന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ്, തിയറിയും എൻട്രൻസ്. ഇതോടുകൂടി നമ്മൾ റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിൻ്റെ 4 എപ്പിസോഡ് തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിലെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കയറാം. So thanks for your cooperation. We can meet later.